നമസ്കാരം. ഇത് പാറമേക്കാവിൻ്റെ ആനച്ചമയങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ തിരുവമ്പാടിയിൽ പോയിരുന്നു. അവിടെ നല്ല തിരക്കായിരുന്നു. ജനങ്ങളിങ്ങനെ വഴിയിലൊക്കെ ക്യൂ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാറമേക്കാവിൽ വന്നിട്ടാണ് ആനച്ചമയങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ നല്ല വർണ്ണങ്ങളോട് കൂടിയ നല്ല ഭംഗിയുള്ള കുടകളൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. നല്ല ഡിസൈൻ ചെയ്തിട്ട് നല്ല നിരത്തി ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അത്യാവശ്യം ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂരപ്രേമികളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു ഇവിടെയും. അപ്പോൾ ഞങ്ങൾ നല്ല ആസ്വദിച്ച് തന്നെ എല്ലാം കണ്ടു. ആളുകളൊക്കെ മൊബൈലിൽ ഇങ്ങനെ ചിത്രങ്ങൾ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ചെയ്തിരുന്നു. ഇത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ ആലവട്ടവും വെഞ്ചാമരവും കൊടകളും നെറ്റിപ്പട്ടവും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ത് ഭംഗിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ കലാകാരന്മാർക്ക് നമ്മൾ നന്ദി പറയണം. ഇത് നമ്മൾ ആസ്വദിച്ച് കാണുക തന്നെ വേണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച സഹോദരങ്ങൾക്ക് ഞാൻ ഈ അവസരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അവരും എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ പൂരത്തിന് വേണ്ടിയിട്ട് അവരും തയ്യാറെടുത്തിട്ടുണ്ടാവും അല്ലേ. നമ്മൾ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനല്ലാണ്ട് ഇനി ഒരു നിർവാഹമില്ല. അതുപോലെ ഈ ആനനെ അണിയിക്കാനായിട്ട് ഉള്ള ചമയങ്ങളാണ് ഇവിടെ കാണുന്നതെല്ലാം. ഇനിയും ഇതുപോലെ അടുത്ത വർഷവും ഇതുപോലെ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അതുപോലെ കുടകൾ കാണണം. കുടകൾ നമ്മളെ ഈ മണലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ കുടകൾ വരെ ഇതിലുണ്ട്. അത്രയും ഭംഗിയിലാണ് ഈ കുടകളൊക്കെ ഡിസൈൻ. ദൈവങ്ങളുടെ ചിത്രങ്ങളും അതുപോലെ എല്ലാം